വീട്ടിൽ ബാക്കി വന്ന ചോറിരിപ്പുണ്ടോ എങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം. ഏകദേശം കിണ്ണത്തപ്പം പോലെയൊക്കെ വരുന്ന ഒരു സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താണ് വേണ്ടത്? ഓഫ് കോഴ്സ് ചോറ് തന്നെ. അപ്പം 1 കപ്പ് ചോറെടുക്കുക. ചോറെടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. നല്ലോണം അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടും. ചോറ് കടിക്കാൻ കിട്ടിയാൽ അറിയാമല്ലോ എന്തായിരിക്കുമെന്ന്. ഓക്കെ, അപ്പം അതങ്ങോട്ട് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് മാറ്റി വയ്ക്കണം. പൊടി നല്ല ലിക്വിഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് നല്ല ലിക്വിഡ് ഫോമിലോട്ട് അരിപ്പൊടിയാക്കി വെക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് അരിപ്പൊടി കിട്ടണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് നമ്മൾ അടുപ്പിലോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് നോൺ സ്റ്റിക്ക് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അത് അതിലോട്ട് ഇട്ടൊന്ന് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കണം. ശർക്കര പാനിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ തന്നെ. ഞാനിപ്പോൾ റിപ്പീറ്റ് വീണ്ടും ഒഴിച്ച് എന്താണെന്നല്ലേ നിങ്ങൾ നോക്കിയത്. വേറെ ഒന്നുമല്ല, ഞാൻ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പം ഞാനത് അരിച്ചെടുത്തത് ഞാൻ ഇപ്പുറത്ത് വേറെ അതേ സെയിം പാനിൽ തന്നെ ഞാൻ ഒന്നുകൂടെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിയ സാധ്യത ഉണ്ട്. എന്നിട്ട് നമ്മൾ എത്രയാണോ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ചോറുണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടിട്ട് നല്ലോണം ഇളക്കി വേവിക്കണം. എന്നാലേ ചോറ് വേവുള്ളൂ. ഇപ്പം തന്നെ അതിലോട്ട് മിക്സ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നതുണ്ട്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് മറന്നുപോയില്ലല്ലോ അല്ലേ, അത് നമ്മൾ കുറേശ്ശെ ഇതിലോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കളറ് മാറിയത് വൈറ്റ് കളറിലോട്ട് വീണ്ടും മാറും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഡാർക്ക് കളർ അലുവ പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതങ്ങനെ കിട്ടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശർക്കര വലിയ കളറുള്ള ശർക്കര ആയിരുന്നില്ല. ഓക്കെ, അത് ഇത്രയും ഞാൻ ഇളക്കിയെടുത്ത് ഞാൻ വളരെ കുറച്ച് മാത്രം നെയ്യ്, ഒരു ടേസ്റ്റിന്, അതായത് ചോറിൻ്റെ ചെവ ഒന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് നെയ്യും കൂടി എടുത്ത് ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇളക്കി നല്ലോണം അതൊന്ന് കട്ടിയായി വരും. കട്ടിയായിട്ട് അതൊന്ന് നമുക്ക്, അതായത് നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് അതൊന്ന് നമുക്ക് ഏകദേശം പേട പോലെയൊക്കെ തോന്നും. ടേസ്റ്റും ഏകദേശം പേടയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. അതൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കിതാ നമ്മുടെ തവിയിലും നമ്മുടെ പാത്രത്തിലും ഒട്ടാത്ത രീതിയിലാവുമ്പോൾ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു പരുവത്തിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി പാനിൽ നിന്ന് പാത്രത്തിലോട്ട് മാറ്റാനായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇനി നമ്മളൊരു സ്റ്റീൽ പാത്രം തന്നെ മാക്സിമം എടുക്കാൻ നോക്കണം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ ചായപാത്രത്തിലായാലും മതി. പക്ഷേ ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തത്. കാരണം എനിക്ക് ഈ കിണ്ണത്തപ്പം പോലെ വരാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് കറുത്ത അലുവയാണെങ്കിലും എൻ്റെ ശർക്കര എനിക്ക് പണി തന്നുകൊണ്ട് ഞാൻ കിണ്ണത്തപ്പം പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തത്. അപ്പം ഇത് നിങ്ങൾക്ക് കറുത്ത കളറ് ശർക്കരയിൽ ചെയ്താൽ നല്ല കറുത്ത അലുവ പോലെ ഇരിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് നല്ലോണം നെയ്യ് തടവണം. ആ നെയ്യ് തടവിയ പാത്രത്തിൽ നമുക്ക് എന്തൊക്കെ നട്ട്സാണോ വേണ്ടത് ആ നട്ട്സ് എല്ലാം പൊടിച്ച് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. പൊടിച്ചില്ല മുഴുവനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാൻ 2 ആക്കിയാണ് ഇട്ടത്, കാരണം നട്ട്സ് എൻ്റെ കയ്യിൽ കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കാഷ്യൂനട്ടാണ് ഇട്ടിട്ടുള്ളത്. കാഷ്യൂനട്ട് ഓരോ പീസായിട്ട് ഞാൻ ഓരോ സൈഡിലായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ടിട്ട് നല്ലോണം പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ പാത്രം വെച്ചിട്ട് പാത്രമല്ല തവി വെച്ചിട്ട് നല്ലോണം പരത്തിയെടുക്കണം. എന്നിട്ട് അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയ രൂപമാണ് ഇരിക്കുന്നത്. നല്ല ഇതിൽ കാണാൻ വലിയ ഷേപ്പൊന്നുമില്ല, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഏകദേശം അലുവയൊക്കെ പോലെ തന്നെ, അലുവയുടെ സെയിം ടേസ്റ്റാണ്. കാണാൻ മാത്രം കിണ്ണത്തപ്പം പോലെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ സെയിം ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.